നമസ്കാരം സുഹൃത്തുക്കളെ, ടാരോട്ട് ലവ് എനർജീസ് എന്ന നമ്മുടെ ഈ ചാനലിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് ഇന്നത്തെ തലക്കെട്ടിലേക്ക് ഒന്നെത്തി നോക്കാം. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി തയ്യാറാണോ? ഈ ഒരു വായനയാണ് നമ്മൾ ഇന്ന് ചെയ്യുവാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്, ഈ വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാണോ? നിങ്ങളെ സ്നേഹിക്കുവാൻ ഈ വ്യക്തി തയ്യാറാണോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. സുഹൃത്തുക്കളെ, നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ സാധിക്കുന്നത്, ഈ വ്യക്തി എപ്പോഴും വളരെയധികം തുറന്ന പുസ്തകത്തിലേക്ക് വരുവാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് മനസ്സ് പുതുക്കി പുതിയൊരു തലത്തിലേക്ക് വന്നു ചേരാനാണ് ഈ പേഴ്സൺ താല്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യാതൊരു തരത്തിലുമുള്ള പോസിറ്റീവ് ഊർജത്തിലേക്ക് ഈ വ്യക്തി എത്തിച്ചേരുവാൻ ആദ്യമൊക്കെ തയ്യാറായിരുന്നില്ല. ഈ വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനോ നല്ല നല്ല കാര്യങ്ങൾ കൊണ്ടുവരാനോ ഈ വ്യക്തി തയ്യാറായിരുന്നില്ല. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആദ്യമൊക്കെ വളരെയധികം വാശിയേറിയ പോരാട്ടത്തിലും അത്തരം സ്വഭാവങ്ങളിലുമാണ് ഈ വ്യക്തി നിന്നിരുന്നത്. താൻ പറയുന്നതാണ് സത്യമെന്നും താൻ പറയുന്നതാണ് ശരിയെന്നും ചിന്തിക്കുന്ന ഒരു സൂചനയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു സ്വഭാവ രീതിയാണ് ഈ വ്യക്തിക്കുണ്ടായിരുന്നത്. ഈ വ്യക്തി യാതൊരു കാരണവശാലും നിങ്ങളുടെ ഭാഗം കേൾക്കുവാനോ അത് മനസ്സിലാക്കുവാനോ തയ്യാറായിരുന്നില്ല. ഈ വ്യക്തി പലപ്പോഴും നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ പോലും മറ്റു പല തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം ഈ വ്യക്തിക്ക് അതിനും മര്യാദക്ക് ആ ഒരു കാരണത്താൽ നിങ്ങളുടെ അടുത്ത് മര്യാദക്ക് പെരുമാറാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യത്തിൽ പിന്നീടെന്ന പോലെ ഒരു താല്പര്യമില്ലാത്ത രീതിയിൽ പിന്നീടാകട്ടെ, പിന്നീട് ശരിയാകാം, പിന്നെ ആവട്ടെ, ഇങ്ങനെയുള്ള ചിന്താഗതിയിലാണ് നിന്നിരുന്നത്. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും പോസിറ്റീവ് ഊർജത്തിലേക്ക് വരുവാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഈ വ്യക്തി തന്നെ സ്വയം ഈ വ്യക്തിയുടെ ജീവിതത്തിന്റെ വഴി തെളിയിക്കുകയാണ്. തന്റെ ജീവിതത്തിൽ ഇരുട്ടാണെന്നും ആ ഇരുട്ടിലേക്ക് വെളിച്ചം കൊണ്ടുവരേണ്ടത് സ്വന്തമായിട്ടുള്ള പ്രയത്നത്തിലൂടെയാണെന്നും സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ തയ്യാറാകണം ഇനിയെങ്കിലും എന്നുള്ള ചിന്താഗതിയിലേക്ക് ഈ വ്യക്തി വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിക്ക് വളരെയധികം വിശ്വാസം വരുന്ന രീതിയിൽ എന്തൊക്കെയോ കാര്യങ്ങൾ സംഭവിച്ചതായി നമുക്കിവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. അത് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തെ സൂചിപ്പിക്കുന്നതാകാം. പ്രണയബന്ധത്തിൽ വളരെയധികം പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ നമുക്കിവിടെ കാണുവാൻ കഴിയുന്നു. എന്നിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ മാനസിക പരമായിട്ടുള്ള നന്മയും അതുപോലെ ശാരീരിക സൗന്ദര്യവും നിങ്ങളുടെ പെരുമാറ്റവും നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്ന രീതിയും നിങ്ങളുടെ ഈ ഒരു പ്രണയബന്ധത്തിന്റെ താളവും ഇതെല്ലാം തന്നെ ഈ വ്യക്തി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഈ വ്യക്തിക്ക് യാതൊരു കാരണവശാലും നിങ്ങളിൽ നിന്നും വിട്ടുപോരുവാൻ തയ്യാറല്ല. കാരണം അത്രയും ഈ വ്യക്തി നിങ്ങളുമായി അടുത്തു പോയിരിക്കുന്നു. ഇവിടെ ഏറ്റവും കൂടുതൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സ് തന്നെയാണ്. ഈ മനസ്സിനെ വളരെയധികം ആദരിക്കുന്ന രീതിയിലും ബഹുമാനിക്കുന്ന രീതിയിലുമാണ് ഈ വ്യക്തി ഇപ്പോൾ നിൽക്കുന്നത്. ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള മോശപ്പെട്ട കാലഘട്ടം അല്ലെങ്കിൽ ചീത്ത സമയം എന്ന് വേണമെങ്കിൽ പറയാം, ആ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തിക്കുണ്ടായിരുന്ന കൂട്ടുകെട്ടുകളും മോശപ്പെട്ട സാഹചര്യങ്ങളും പ്രവൃത്തികളും ചിന്തകളും നെഗറ്റീവ് മാനിഫെസ്റ്റേഷനും അവയിൽ നിന്നുമൊക്കെ ഈ വ്യക്തി വളരെ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവയിൽ നിന്നുമൊക്കെ പുറത്തേക്ക് വരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പെരുമാറ്റ രീതിയും മിടുക്കുകൊണ്ട് മാത്രവുമാണ് എന്നാണ് നമുക്കിവിടെ വ്യക്തമാക്കുവാൻ സാധിക്കുന്നത്. ഇവിടെ ഇപ്പോൾ വളരെയധികം അഹങ്കാരത്തോടെ പെരുമാറിയിരുന്ന ഈ വ്യക്തി ഇപ്പോൾ വളരെയധികം സസൂക്ഷ്മം നിരീക്ഷണത്തോടു കൂടിയാണ് നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങളുടെ സാന്നിധ്യത്തിനായി കാത്തിരിക്കുമ്പോൾ ഈ വ്യക്തിക്ക് വളരെയധികം ആകാംക്ഷയും അതുപോലെ കോൺഫിഡൻസുമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ വ്യക്തിയിലേക്ക് വളരെയധികം വേഗത്തിൽ വരാൻ, അതായത് ഈ വ്യക്തി നിങ്ങളിലേക്ക് വളരെയധികം വേഗത്തിൽ വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്കിടയിൽ എവിടേക്കോ എന്തൊക്കെയോ ചില പ്രത്യേകതകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു പശ്ചാത്താപം
അല്ലെങ്കിൽ അതിൻ്റെ ഒരു വിഷമഘട്ടമായിട്ടുള്ള കാര്യങ്ങൾ ഈ വ്യക്തിയെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. വളരെയധികം ദയ ഈ വ്യക്തി ആഗ്രഹിക്കുന്നു. ക്ഷമിക്കാനും പൊറുക്കുവാനും ഈ വ്യക്തി തയ്യാറാകുന്നു. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള തെറ്റാണെങ്കിൽ ഈ വ്യക്തി ക്ഷമിക്കാൻ തയ്യാറാകുന്നു. ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുള്ള തെറ്റുകളാണെങ്കിൽ നിങ്ങളുമൊത്ത് സംസാരിച്ച് അത് പരിഹരിച്ച് ക്ഷമയും മാപ്പും തരാൻ താല്പര്യപ്പെടുന്നു. ഇതൊക്കെ ഈ വ്യക്തിയിൽ വന്നിട്ടുള്ള വളരെ സൗമ്യമായിട്ടുള്ള ഒരു സ്വഭാവ രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രണയബന്ധം നിങ്ങളുമായിട്ടുള്ളത് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഊർജത്തിലേക്ക് വരണമെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ചെങ്ങാത്തം അല്ലെങ്കിൽ പ്രണയബന്ധം ഉടലെടുത്താൽ മാത്രമാണ് ഈ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വരികയുള്ളൂ എന്ന് ഈ വ്യക്തി ഉറച്ചു വിശ്വസിക്കുന്നു. അതുമാത്രമല്ല, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഇവിടെ തക്ക സമയത്ത് നിങ്ങൾ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വന്ന് ഈ വ്യക്തിയെ സംരക്ഷിച്ചപ്പോഴാണ്. അത് നമുക്ക് വളരെയധികം നന്നായി തന്നെ കാണാൻ കഴിയുന്നുമുണ്ട്. ഈ ഒരു മാറ്റം അല്ലെങ്കിൽ ഈ ഒരു രക്ഷിക്കുന്ന ഈ ഒരു രീതി അത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വളരെ അതിശയകരമായിട്ട് കാണപ്പെടുന്നുണ്ട്. ഈ വ്യക്തിയെ മോശപ്പെട്ട പ്രവർത്തികളിൽ നിന്നായിരിക്കാം, മോശപ്പെട്ട ഭൂതകാലത്തിൽ നിന്നായിരിക്കാം, മോശപ്പെട്ട വ്യക്തികളിൽ നിന്നായിരിക്കാം, എന്തുകൊണ്ടോ ഈ വ്യക്തിയെ നിങ്ങൾ വളരെയധികം നല്ല രീതിയിൽ തന്നെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് വന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇത് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ മറക്കാനാകാത്ത ഒരു അനുഭവം തന്നെയാണ്. അതുമാത്രമല്ല, ഈ വ്യക്തിയോട് അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് വളരെയധികം നന്ദിയോട് കൂടിയുള്ള സംസാരം തന്നെയാണ്. പലപ്പോഴും നിങ്ങളുടെ പ്രാധാന്യം നിങ്ങൾ ചെയ്തു പോയിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രവർത്തികളുടെ നന്ദി, അതായത് ആ പ്രവർത്തികൾ നിങ്ങൾ ചെയ്തപ്പോൾ അതിന് നിങ്ങളോടുള്ള ആദരവും നന്ദിയും ആദ്യമൊക്കെ ഈ വ്യക്തി കാണിച്ചിരുന്നില്ല. കാരണം അതിന്റെ പ്രാധാന്യം മനസ്സിലാകാത്തത് കൊണ്ട് തന്നെ, ബന്ധങ്ങളുടെ വില ഈ വ്യക്തി മനസ്സിലാക്കാത്തത് കൊണ്ടും ആദ്യമൊക്കെ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വില കുറച്ച് കാണുക, അത് മറ്റുള്ളവരുടെ മുന്നിൽ ഒരു പരിഹാസപാത്രമായിട്ട് പോലെ നിങ്ങളെ കൈകാര്യം ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ഈ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് ഈ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരുപാട് അർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. ഇനിയും നിങ്ങൾ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് മണ്ടത്തരമാണ് എന്നാണ് ഈ വ്യക്തി വിശ്വസിക്കുന്നത്. കാരണം വളരെയധികം പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുവാൻ ഈ വ്യക്തി ശ്രമിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു വിളക്കിന് തുല്യമാണ്. നിങ്ങൾക്ക് ഈ വ്യക്തിയെ പ്രചോദനമാക്കാൻ കഴിയുന്നത്ര രീതിയിൽ മറ്റാർക്കും ഈ വ്യക്തിയെ നന്നായി മുന്നോട്ട് കൈകാര്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല. അത് ഈ വ്യക്തിക്ക് നന്നായി അറിയാം. ഒരു പക്ഷേ ഈ വ്യക്തിയുടെ സ്വഭാവം കാണുമ്പോൾ തന്നെ മറ്റുള്ളവർ വളരെ വേഗത്തിൽ തന്നെ ഈ വ്യക്തിയെ ഉപേക്ഷിക്കും. അതുകൊണ്ട് ഈ വ്യക്തിയുടെ സോളിന്, ആത്മാവിന് നിങ്ങളുടെ ആത്മാവുമായിട്ട് മാത്രമേ കണക്ട് ചെയ്യുവാൻ സാധിക്കുകയുള്ളൂ. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഇപ്പോൾ സ്നേഹത്തിന്റെ പാനപാത്രങ്ങൾ നിറഞ്ഞു കവിഞ്ഞൊഴുകിയിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇവിടെ മിഖായേൽ മാലാഖയുടെ സാന്നിധ്യമാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതൽ കാണുവാൻ കഴിയുന്നത്. നിങ്ങൾ വളരെയധികം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നുവെന്നും ഈ പ്രണയബന്ധത്തെ മാലാഖമാർ വളരെയധികം സംരക്ഷിക്കുന്നുണ്ട് എന്നും നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളും നിങ്ങളുടെ ആശങ്കകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ സ്വയം കീഴടക്കിക്കൊണ്ട്, അതായത് ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട്, പ്രപഞ്ചശക്തിയിൽ സമർപ്പിച്ചുകൊണ്ട് നിങ്ങൾ വളരെയധികം അതിശക്തരായിട്ട് മുന്നേറുവാനാണ് മിഖായേൽ മാലാഖ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാവിധ ശക്തികളും നിങ്ങളോട് നല്ല രീതിയിൽ തന്നെ പ്രചോദനമായിട്ടുള്ള രീതിയിലാണ്, സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഈ പ്രണയബന്ധത്തിൽ കാര്യമായിട്ടുള്ള രീതിയിൽ പേടിക്കാനുള്ള ഒരു കാര്യങ്ങളും തന്നെയില്ല. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ വളരെയധികം താല്പര്യത്തോടെയാണ് ഈ വ്യക്തി നിങ്ങളുമായി നിൽക്കുന്നത്. നിങ്ങളുമായുള്ള ഈ പ്രണയബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ വ്യക്തി തീർച്ചയായിട്ടും തയ്യാറാണ്. കാരണം അങ്ങനെ തയ്യാറായില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നഷ്ടപ്പെടുന്നതും നഷ്ടമാകുന്നതും ഈ വ്യക്തിക്ക് തന്നെ ആയിരിക്കും. അത് നന്നായി ഈ വ്യക്തിക്ക് അറിയാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. വായന ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.
പേഴ്സണൽ റീഡിംഗിന്റെ വിശദാംശങ്ങൾ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പോൾ പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും എല്ലാ മാന്യ പ്രേക്ഷകർക്കും എന്റെ വിനീതമായ നന്ദി, നമസ്കാരം. ഗോഡ് ബ്ലസ് യു.